കിടക്കാനും കൂടി ഒരു വീടില്ല. കേരളമാണ്, ഒരു സീറ്റ് വീടാണ്. കേരളം പല സ്ഥലത്തും പോയി അന്വേഷിച്ചിട്ട് നമ്പർ 1 കേരളമാണ്. മറക്കരുത്. ബൂത്ത് ഏജന്റുമാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണിച്ചു തരും ആ വീഡിയോ. അത് ബൂത്തിന്റെ ചുമതലയാണ്, എൻ്റെ ജോലിയല്ല. മനുഷ്യപ്പറ്റുള്ളവരെ ജനമൈത്രി പോലീസിലേക്ക് വരും. അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ. പറയുമ്പോൾ വീമ്പാണെന്ന് പറയാനായിട്ടുള്ള ചില വിഷവിത്തുക്കളാണ് നിങ്ങളുടെ എല്ലാം അടിച്ചെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിയണം. കുടിവെള്ള പ്രശ്നമാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഈ കുറേ വർഷങ്ങളായിട്ട് ഫണ്ടും ഒക്കെ വരുന്നു. നിങ്ങളിവിടെ കൊണ്ടുവന്ന് 2005 താമസിപ്പിച്ചു. 51-56 ലക്ഷത്തിന് ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട്. ബാത്റൂമുണ്ട്, കഴുകാൻ പോലും വെള്ളമുണ്ട്. വിമർശനമല്ല, ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടൊക്കെ എവിടെയാണ് പോകുന്നത്? MP കുറ്റം പറയാനൊക്കത്തില്ല ഈ കാര്യം. കാരണം അയാൾക്ക് MP ഫണ്ടിൽ നിന്ന് കാശ് കൊടുത്തത് ലൈനിടാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എത്ര ചിലവാക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. അത് അദ്ദേഹത്തിനെയാണ്. പക്ഷേ ഒരു സ്റ്റേറ്റ് സംവിധാനമില്ലേ, ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റില്ലേ, ഒരു മന്ത്രിയില്ലേ, അവരൊക്കെ എവിടെ? അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ വോട്ട് ചോദിക്കാൻ വരുന്ന ഒരാളോട് ചോദിക്കുന്നതിൽ ചില അപാകതകളാണ്. പക്ഷെ ഞാനത് പരിഗണിക്കും. ഇടമലക്കുടി എന്ന് പറയുന്ന 4 വാർഡുകൾ അടങ്ങുന്ന ഒരു പഞ്ചായത്താണ്. ഇന്ത്യയിലെ അവസാനത്തെ പഞ്ചായത്തെന്നാണ് 2.5 വർഷം മുമ്പ് പാർലമെൻറ്റിൽ ചോദിച്ചിട്ട് ഇതുവരെ അതിന് മറുപടിയും ഉണ്ടായിട്ടില്ല. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങളെല്ലാം കേൾക്കുന്ന തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇവിടുത്തെ ബൂത്ത് ഏജൻറ്റുമാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ കാണിച്ചു തരും ആ വീഡിയോ. അത് ബൂത്തിൻ്റെ ചുമതലയാണ്, എൻ്റെ ജോലിയല്ല. പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ ബൂത്തിൻ്റെ ആൾക്കാർ ഇവിടെ വന്ന് അത് കാണിച്ചു കൊടുക്കണം. ആ ഇടമലക്കുടിയിൽ വെള്ളമില്ലാഞ്ഞിട്ട് MP ഫണ്ടിൽ നിന്ന് 12.25 ലക്ഷം രൂപ കൊടുത്തു. അതിട്ട് മുടക്കി അവസാനം കളക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അവന്മാർ മുടക്കാനുള്ള പരിപാടിയാണ് സാർ, ഈ കാശ് വേറെ എവിടെയെങ്കിലും ഇത് പാഴായി പോകുന്നതിന് മുമ്പേ വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ. അപ്പോൾ എന്താണ്, സർക്കാരിൻ്റെ ഫോറസ്റ്റിൻ്റെ ഒക്കെ അനുവാദം വരണം. എല്ലാം വലിയ ഏമാന്മാരാണ്. ഞാൻ എന്ത് ചെയ്തു? MP ഫണ്ട് പിൻവലിച്ച് വേറെ ആണുങ്ങൾക്ക് കൊടുത്തിട്ട് അതേ 12.25 ലക്ഷം രൂപ സ്വന്തം എൻ്റെ മക്കളുടെ കാശെടുത്ത് കൊടുത്ത് വെള്ളം ആദിവാസികൾ പണിയെടുത്തു, വനവാസികൾ പണിയെടുത്തു. ശമ്പളത്തിന് ആളിനെ വെച്ചില്ല. 3 മാസം അവർ കഷ്ടപ്പെട്ട് ഞാൻ കൊടുത്ത പൈപ്പുകൾ മുഴുവൻ വലിച്ച് ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് അവരുടെ അവിടെ ഉണ്ടായിരുന്ന വലിയ ഒരു കുളത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട് അതിനകത്ത് വെള്ളം സംഭരിച്ച് ആ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് എത്ര സ്ഥലത്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എത്ര സ്ഥലത്ത് MP-മാർ ഇത് ചെയ്തിട്ടുണ്ട്? പറയുമ്പോൾ വീമ്പാണെന്ന് പറയാനായിട്ടുള്ള ചില വിഷവിത്തുക്കളാണ് നിങ്ങളുടെ എല്ലാം അടിച്ചെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിയണം. വിഷങ്ങളാണ് നിങ്ങളുടെ പണം അടിച്ചെടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് വീണ്ടും ഇവിടെ ചെയ്യാൻ പറ്റുമോ? അതിനെന്ത് ബാധ്യതയാണ് എനിക്കുള്ളത്? അപ്പോൾ നിങ്ങൾ നിശ്ചയിക്കുക. ഇതിനൊരു MP-യെ സൃഷ്ടിച്ചത് കൊണ്ട് നിങ്ങൾക്കാവില്ല. ഇതിന് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന വനവാസി എന്ന് പറയുന്ന സമ്പ്രദായത്തോട് താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം കാണിച്ചിട്ടുള്ള നേതാവ് ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ആ നേതാവ് നിങ്ങളുടെ അടുത്ത് വരണമെന്നില്ല. നിങ്ങളെ പോലെയുള്ള രാജ്യത്തെ അനേകായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ഒരു വനവാസി കല്യാണം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നേതാവ് ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. ആ നന്മ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ദിക്കിലേക്ക് നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന ആ പ്രക്രിയ, ആ വോട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിങ്ങൾ തിരിച്ചുവിടണം. പറഞ്ഞു മനസ്സിലായോ?
എല്ലാവർക്കും മലയാളം അറിയില്ലേ? ഇവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് കേട്ടോ നമുക്ക് വേണ്ടി. അത് നോക്ക് കേട്ടോ. ഞങ്ങൾക്ക് കിടക്കാനും കൂടെ ഒരു വീടില്ല സാറേ. കേരളമാണ്, ഒരു സീറ്റ് വീടാണ്. കേരളം പല സ്ഥലത്തും പോയി അന്വേഷിച്ചിട്ട് ഇന്ന് വരെ നമ്പർ 1 കേരളമാണ്, മറക്കരുത്. പക്ഷെ ഒരു കാര്യം കൂടി പറയാം, ഞങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കണമെന്ന് ജനമൈത്രി പോലീസ് പഞ്ചായത്തിൽ നിന്നും ഒരു പദ്ധതി ചെയ്തിട്ടില്ല. ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന പോലീസിന് മാത്രം നല്ല മനുഷ്യപ്പറ്റുണ്ട്. അവരാണ് ഇപ്പൊ ഞങ്ങൾക്ക് കുടിവെള്ളം മനുഷ്യപ്പറ്റുള്ളവരെ ജനമൈത്രി പോലീസിലേക്ക് വരും. അത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ അവരവരുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തായിരിക്കും. അല്ല, സർക്കാർ കൊടുത്തിട്ടല്ലേ, സർക്കാർ അവരുടെ ശമ്പളം തന്നെ കൊടുക്കുന്നില്ല. വേനൽക്കാലം വെള്ളം വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വെള്ളം കൊടുന്ന് അടിച്ച് ടാങ്ക് നിറച്ച് അതെ, അത് മനുഷ്യപ്പറ്റുണ്ടെങ്കിൽ ചെയ്യും. അപ്പം മനുഷ്യപ്പറ്റുള്ളവരെ നിങ്ങൾ കണ്ടെത്തും കേട്ടോ. ഞാൻ വോട്ട് ചോദിക്കുന്നില്ല, പക്ഷെ വേണം. സാറിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും, ഞങ്ങളെല്ലാവരും നോക്കാം. എല്ലാവരും ഉണ്ടാവും സാറേ, ഉണ്ടാവണം. ഉണ്ടാവും. രാജ്യസഭയിലെ പ്രസംഗങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് കൊടുക്കുക. മൂപ്പറല്ല ചെയ്യേണ്ട, പാർട്ടിക്കാരാണ് ചെയ്യേണ്ടത് കേട്ടോ. പാർട്ടിക്കാരാണ് ചെയ്യേണ്ടത്. അടിസ്ഥാനപരമായ ജീവിത സൗകര്യമാണ്. അതാണ് പാർലമെന്റിൽ ഇത് ഇത്രയും ഒരു ട്രൈബൽ കമ്മീഷൻ കേരളത്തിൽ വരണം. ആരാണ് ഫണ്ട് അടിച്ചുകൊണ്ട് പോകുന്നത്, അവരെ തൂക്കിലേറ്റണം, ഇതൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. പയ്യൻ ഹരിയാനയിൽ പോയിട്ട് ഫുട്ബോളിന് നാഷണൽ അവാർഡ് കിട്ടി. വിഷ്ണു +2 ശരി. എന്റെ അടുത്ത് അവരെ കുറിച്ച് കംപ്ലൈന്റ് കുറ്റം പറയല്ലേ.